അസ്സലാമു അലൈക്കും. വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നും ഉണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ ചെറിയൊരു വർക്ക്. അപ്പോൾ എപ്പോഴെങ്കിലും മാസത്തിലൊരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ എന്നെ വിളിക്കുള്ളൂ കേട്ടോ. ഒരു അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രം വിളിക്കുള്ളൂ. അപ്പോൾ ഞാൻ പോട്ടോ, അല്ലാതെ പോകാനൊന്നും വയ്യ, ശരീരം കൊണ്ട് വയ്യ. പിന്നെ ബാക്കി നമ്മൾ പെരയിൽ പഠിച്ചവനിക്ക് ഇബാദത്തെടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചിട്ട് തിക്കും തിരക്കൊന്നുമില്ല. അപ്പം ഇന്നലെ പോയിട്ടോ സൂപ്പർ മാർക്കറ്റിലേക്ക്. ഇന്നും ഉണ്ട് പറഞ്ഞു കേട്ടോ. ഇന്നലെ വരുമ്പോൾ നമ്മളെ മുതലാളി പറഞ്ഞു നാളെയും കൂടി വരിട്ടോ പറഞ്ഞു കേട്ടോ എന്നോട്. പിന്നെ അതിൻ്റെ മുന്നേ പെരുന്നാരാവിൻ്റെ അന്നും പോയിട്ടോ. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകണം എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് കുറച്ച് ചെറിയ ഈ കുഞ്ഞു കുടുക്കയിൽ ചായ ഉണ്ടാക്കിട്ടോ. കട്ടൻ ചായയാണ്. കട്ടൻ ചായ വെച്ചു. തെളിങ്ങി കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മധുരമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഇന്നലെ രാത്രിന് വെച്ചിട്ട് അങ്ങനെ വടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ ചോറുണ്ട്. പിന്നെ നല്ല അതിലേക്ക് നമുക്ക് കറിയെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ കറി ഉണ്ടാക്കി. നമ്മളെ വീടിൻ്റെ ഓണറിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിന്ന് നല്ല ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും 2 തൊലിച്ചിട്ടു. കുറച്ച് പുളി പാകത്തിന്, മുളക് വറുത്ത് പൊടിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് ചോറിലേക്ക്. ഇത് അരച്ച് കഴിഞ്ഞാൽ കുറച്ചുണ്ടാവും കേട്ടോ, ഒരു ഡബറിലേക്കുള്ളതൊക്കെ. അപ്പോൾ ചമ്മന്തി അരക്കട്ടെ കേട്ടോ. ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡിയായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. സെറ്റായിട്ടോ ചമ്മന്തി, സൂപ്പറായിട്ടുണ്ട് എല്ലാം. എന്താ നമുക്ക് അമ്മിക്കല്ലുമ്പോൾ മാത്രമൊന്നുമല്ല ഇങ്ങനെ അരക്കാമല്ലോ അല്ലേ. പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ കുത്തിച്ചതച്ച് അരച്ചിരുന്നു കേട്ടോ. ആ കുത്തിച്ചതച്ചരക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ ഞാൻ അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ നമ്മളെ രാവിലത്തെ ചായക്കടി ഇതാണ് കേട്ടോ. കുറച്ച് ചോറെടുക്കും, ചമ്മന്തി ഉണ്ട്, പിന്നെ നമ്മളെ ഫേവറേറ്റ് കോഴിമുട്ട പുഴുങ്ങിയതുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മാന്തൾ പൊരിച്ചതിൻ്റെ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കടയിൽ പോവേ സൂപ്പർ മാർക്കറ്റിൽ. സ്ഥിരം ജോലിയൊന്നുമല്ല, സ്ഥിരം ചെയ്യാനൊന്നും വയ്യ. പക്ഷെ അവന് പറഞ്ഞ നമ്മളുടെ ഒരു കൂടപ്പറപ്പുകൾക്കും കൂടി അങ്ങനെ അത്ര കൂടുതൽ ചെയ്യാൻ തോന്നുമെന്ന് അറിയില്ല. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നമ്മളെ മുറ്റത്തുള്ള പോലെ തന്നെ കട. അപ്പോൾ അവന് വിളിക്കുമ്പോൾ ഞാൻ തടസ്സം പറയില്ലേക്ക് എത്ര ക്ഷീണമാണെങ്കിലും താത്തങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റുമോ ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞിട്ട് പോകും. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ കൂടെ ഉള്ളി തൂക്കലും തക്കാളി തൂക്കലും എഴുതലും പഞ്ചസാര തൂക്കലൊക്കെ ആകുമ്പോൾ നമ്മളെ സമയം ഇങ്ങനെ പോവും. അതിലേക്കാവും നമ്മളെ ശ്രദ്ധ. ഇപ്പം ഇന്ന് പോയാൽ നാളെ വരാൻ പറയുമോ എന്ന് എനിക്കറിയില്ല. ഇന്നും കൂടി വാ പറഞ്ഞിട്ടുണ്ട്. ശരി, അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. ചമ്മന്തി ഇഷ്ടപ്പെടുന്ന എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. സൂപ്പറായിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, സങ്കടമുണ്ട്. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉഷാറായിട്ടുണ്ട്. മുളക് പൊടി, ഉള്ളി, പുളി, ഉപ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളെ ഓണർക്ക് കുറച്ച് കൊടുക്കണം. ഞാൻ എന്തുണ്ടാക്കിയാലും അപൂർവമായിട്ട് ഉണ്ടാക്കി അവൾക്ക് കുറച്ച് കൊടുക്കും. അതുപോലെ അവൾ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം, 3-ാം വർഷത്തിലേക്ക് പോവുകയാണ്. ഇന്ന് വരെ എന്നെ വിളിക്കാതെ എന്നെ കൂട്ടാതെ ഞാൻ ഇടയിൽ ഞാൻ പോവാതെ ഇരുന്നിട്ടുണ്ടാവുന്നുള്ളൂ. അങ്ങനെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും എന്തുകൊണ്ട് കുഴപ്പം
അവളെന്നെ വിളിക്കാത്ത ഒരു നിമിഷം ഉണ്ടായിട്ടില്ല കേട്ടോ. എപ്പോഴും ഞാൻ അവളുടെയും മക്കളെയും കൂടെയാണ് ഫുഡ് കഴിക്കാറ് ഒറ്റക്കാവുമ്പോൾ. ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം കേട്ടോ.